സ്പാർക്കിൽ ലീവ് എക്സ്റ്റൻഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഒരു ലീവ് എടുത്തതിന് ശേഷം നമുക്ക് അയാൾ ലീവ് തുടരുകയാണ്, അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോൾ അദ്ദേഹത്തിന് തുടർന്ന് വീണ്ടും ലീവ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ലീവ് നമ്മൾ അപ്ലൈ ചെയ്തു, ആ ലീവ് അപ്ലൈ ചെയ്തതിന് ശേഷം ഓഫീസർ അത് അപ്രൂവ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് വീണ്ടും നമുക്ക് ലീവ് ക്യാൻസൽ ചെയ്യാൻ പറ്റാതെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതായത് ഒരു ലീവിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അയാൾക്ക് എടുക്കാവുന്ന കമ്പൈൻ ചെയ്തെടുക്കുന്ന എല്ലാത്തരം ലീവുകളും നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഒരു ജീവനക്കാരന്റെ യൂസർ കോഡും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നോക്കാം. അപ്പം ഞാൻ അതിനകത്ത് അയാളുടെ പേഴ്സണൽ ലോഗിൻ, അയാളുടെ ഇൻഡിവിജ്വൽ ലോഗിൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിതിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണോ ഫ്രഷ് ലീവ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ലീവ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ, അപ്ലൈ ലീവ് ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ എക്സ്റ്റൻഷന് പ്രത്യേകിച്ച് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആദ്യം എങ്ങനെയാണ് ലീവ് അപ്ലൈ ചെയ്യുന്നത്, ഓൺലൈനായിട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ലീവ് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾ എടുക്കുക. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം ഇവിടെ ഇയാളുടെ പേര്, നെയിം ഓഫ് ആപ്ലിക്കന്റ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് അഡ്രസ് ഡ്യൂറിങ് ലീവ്, അത് നിങ്ങൾ അഡ്രസ്സിലാവുന്ന ഈ ലീവിന്റെ പീരീഡിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ അഡ്രസ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് എവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ഫ്രഷ് ലീവ് ആണോ കൊടുക്കുന്നത് അതോ ലീവ് എക്സ്റ്റൻഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ലീവ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ നിങ്ങൾ ലീവ് എക്സ്റ്റൻഷൻ ടിക്ക് ചെയ്യാം. ഫ്രഷ് ലീവ് ആണെങ്കിൽ ഫ്രഷ് ലീവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രഷ് ലീവ് ആണെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ലീവ് എക്സ്റ്റൻഷൻ ആണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ലീവ് എക്സ്റ്റൻഷൻ ടിക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ലീവ് എക്സ്റ്റൻഷൻ ടിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടത് സൈഡിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ലീവുകൾ, ഇവിടെ വലത് സൈഡിൽ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കുന്ന ഏത് ലീവിന്റെ കണ്ടിന്യൂഷൻ ആണ് എന്നുള്ളത് വലത് സൈഡിൽ നമുക്ക് ചെറിയൊരു വിൻഡോയിൽ വരുന്നതാണ്. നമുക്ക് ലീവ് എക്സ്റ്റൻഷൻ ഒന്ന് ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാണിക്കുന്നുണ്ട്, പ്ലീസ് സെലക്ട് അപ്രൂവ്ഡ് ലീവ് ലിസ്റ്റ് റൈറ്റ് സൈഡ് നൗ. അതായത് നമ്മുടെ ഇതിൽ തന്നെ മെസ്സേജ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, പ്ലീസ് സെലക്ട് എനി അപ്രൂവ്ഡ് ലീവ്, ഏതിന്റെ കണ്ടിന്യൂഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഓക്കെ കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് വലത് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ലീവ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ ഏത് ലീവിന്റെ എക്സ്റ്റൻഷൻ ആണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതിനകത്ത് എല്ലാ ഡേറ്റുകളും കാണുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിങ്ങൾ ലീവ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ആ രീതിയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ എക്സ്റ്റൻഷൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് അവിടെ സെലക്ട് ചെയ്യാണ്. ഇവിടെ എക്സ്റ്റൻഷൻ ചെയ്യേണ്ട ഡേറ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നിങ്ങൾക്ക് നേച്ചർ ഓഫ് ലീവ് അപ്ലൈ. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇത് മാറ്റേണ്ടതില്ല. അപ്പൊ ഒരു ലീവ് തീർന്നിട്ട് നിങ്ങൾക്ക് ഇതിന് കമ്പൈൻ ചെയ്തിട്ട് മറ്റൊരു ലീവിലേക്കാണ് പോകേണ്ടതെന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊരു ലീവ് വേണമെങ്കിലും ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇതിന് കമ്പൈൻ ചെയ്യാവുന്ന, അപ്പൊ ഒരു ലീവിനോട് ചേർത്ത് എടുക്കാവുന്ന ലീവുകൾ, ചില ലീവുകളോട് ചേർത്ത് മറ്റു ലീവുകളൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ ഈ ലീവിനോട് ചേർത്ത് എടുക്കുന്ന ഏത് ലീവാണോ, അപ്പൊ ഈ ലീവ് തീർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ഈ ലീവ് തന്നെയാണ് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് എന്ന് വരെയാണ് നിങ്ങൾ ഫസ്റ്റ് തീർന്ന ഡേറ്റ് ഇവിടെ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യും. നിങ്ങൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്ത് തീർന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫ്രം ഡേറ്റ് ആയിട്ട്. അതിനുശേഷം ടു ഡേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ടു ഡേറ്റ് നമ്മൾ ഇനി എന്ന് വരെ, നമുക്ക് ലീവ് തീർന്നു, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി എന്ന് വരെ. അപ്പൊ ആ ഡേറ്റ് ആണ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ 3 തൊട്ട് എന്ന് വരെയാണ് ഈ ഒരു ഡേറ്റ് വരിക എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ആ ഒരു ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഫ്രം ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ടു ഡേറ്റ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ. അതിനുശേഷം നിങ്ങൾക്ക് ഗ്രൗണ്ട് അതായത് നിങ്ങൾ മെഡിക്കൽ ഗ്രൗണ്ടിലാണ് ലീവ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾ ഏത് ഗ്രൗണ്ടിലാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ സെയിം ഓഫീസ് ആണോ, പെർമിഷൻ ലീവ് പെർമിഷൻ വേണം ചോദിക്കുന്നുണ്ട്, ഓഫീസർ പെർമിഷൻ ഇൻസ്റ്റേഷൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ റിപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് ലീവിങ് അപ്രൂവിങ് അതോറിറ്റി ആയിട്ട് ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ടിക്ക് ചെയ്ത് കൊടുത്ത് നമുക്കൊരു അണ്ടർടേക്കിംഗ് കൂടെ ടിക്ക് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ലീവ് ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാൻ അതുകൂടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ അണ്ടർടേക്കിംഗ് ടിക്ക് ചെയ്യുന്നു, നമുക്ക് സബ്മിറ്റ് ലീവ് പറയാം.
അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് വലിയ പ്രശ്നമുള്ള വിഷയമല്ല. പലരും വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് സബ്മിറ്റ് ലീവ് പറയാം. ലീവ് ആപ്ലിക്കേഷൻ ഫോർവേഡ് സക്സസ്ഫുള്ളി വിത്ത് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ലീവ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ ലീവ് കമ്പൈൻ ചെയ്യാതെ എടുക്കാവുന്ന എല്ലാത്തരം ലീവുകളും നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇത് ചെയ്ത് ലീവ് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ലീവ് എക്സ്റ്റൻഷൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്.